നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗിലെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ കാരണം നീ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ ഒരു വായനയാണ് ഇന്ന് നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഊർജം എന്തെന്നാൽ, വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായി കുറ്റബോധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്ര നിസ്സാരമായ കാര്യമായിട്ടല്ല ഈ വ്യക്തി കാണുന്നത്. ആദ്യമൊക്കെ നിങ്ങളോടുണ്ടായിരുന്ന മനോഭാവം എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ള ഒരു മനോഭാവമായിരുന്നു. എപ്പോഴാണെങ്കിലും നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ ചെല്ലും. ഈ വ്യക്തിയുടെ പുറകെ നിങ്ങൾ ഒരു അടിമയെ പോലെ ചെന്നുകൊള്ളും. ഇത്തരത്തിലുള്ള ചിന്തകളായിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. ഈ പേഴ്സൺ എന്തു പറഞ്ഞാലും പ്രവർത്തിച്ചാലും നിങ്ങൾ അതെല്ലാം ക്ഷമിക്കും, സഹിക്കും, അങ്ങനെ മുന്നോട്ട് പോകും. എന്തൊക്കെ സംഭവിച്ചാലും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ വെറുക്കുകയില്ല, അല്ലെങ്കിൽ അകന്നു പോവുകയില്ല. ഇങ്ങനെയുള്ള ചിന്തകളാണ് ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ അഹങ്കാരിയാക്കിയത്, തന്നിഷ്ടക്കാരിയാക്കിയത്, അല്ലെങ്കിൽ സ്വന്തമായി എന്തും ചെയ്യാം, എന്തും പറയാം എന്നുള്ള മനോഭാവത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത്. ഒരു പരിധിവരെ നിങ്ങളുടെ ഭാഗത്തും, അതായത് ഈ വായന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ അമിതമായി ഈ വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, അമിതമായി വിശ്വസിച്ചു, ഈ വ്യക്തിക്ക് വേണ്ടുന്നതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുത്തു. നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോയി, ഈ വ്യക്തിയുടെ സ്നേഹത്തിനായി യാചിച്ചു, അപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം അഹങ്കാരിയായിട്ടുള്ള ഒരു ഊർജത്തിലേക്കാണ് വഴിമാറിപ്പോയിക്കൊണ്ടിരുന്നത്. ഈ വ്യക്തി പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിയിലേക്ക് രൂപപ്പെട്ടത്. താൻ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള സ്വഭാവത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം ഈ വ്യക്തിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വളരെ താഴ്മയോടുകൂടി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായുള്ള പുതിയ തുടക്കത്തിലൂടെ മാത്രമേ തൻ്റെ തലയ്ക്കു മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശാപം മാറിപ്പോവുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. കാരണം ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള സമാധാനവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. നിങ്ങളുടെ കണ്ണുനീരും നിങ്ങൾ വിഷമിച്ചിട്ടുള്ള നിങ്ങളുടെ വിഷമവും എല്ലാം തന്നെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര ദൂരത്താണ് ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളും ഒക്കെയായി നിങ്ങളുടേതായിട്ടുള്ള വഴിയിലൂടെ വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാനും തൻ്റെ കണ്ണുകളിലൂടെ കണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. കാരണം അത്രയും നിങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു കറുത്ത മൂട് പടം പോലെയാണ് ഈ വ്യക്തിയുടെ ചിന്തകളിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. താൻ ഒരു ഇരുട്ടുമുറിയിൽ കയറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചുറ്റിനുമുള്ളതൊന്നും കാണുവാൻ കഴിയില്ല. അതേ അവസ്ഥയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് യഥാർത്ഥ ഊർജത്തിലേക്ക് എത്തിച്ചേരുവാൻ നല്ല രീതിയിലുള്ള കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. അത് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. കുറച്ചധികം ബുദ്ധിമുട്ടുകളിലൂടെ മാത്രമേ എല്ലാം പഴയ രീതിയിൽ ആവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജീവിത സാഹചര്യം, അതായത് ഈ ഒരു പ്രണയബന്ധം ഇത്തരത്തിൽ ആയി തീരാനുള്ള പ്രധാന കാരണം, മുഖ്യ കാരണം എന്ന് പറയുന്നത് ഈ പേഴ്സൺ തന്നെയാണ് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്.
അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രൂപമാറ്റത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് മനസ്സ് മാറി തിരിച്ചു വരണമെന്നും ഈ വ്യക്തിക്ക് ക്ഷമ കൊടുക്കണമെന്നുമുള്ള മാനിഫെസ്റ്റേഷൻ ആണ് ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്കുള്ള ജീവിതവും കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചുമുള്ള ചിന്തകളും ഒക്കെയും ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ വേദനിപ്പിച്ചും കുത്തിനോവിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പ്രപഞ്ച ശക്തി അതിന് ശിക്ഷയായി ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തിരിച്ചടികളും പരാജയങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെയും മറികടക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ചിലതൊക്കെ മറികടക്കുന്നുണ്ട്, എന്നാൽ മറ്റു ചിലതൊക്കെ വളരെയധികം വലുതായി തന്നെ ഈ വ്യക്തിക്ക് മുന്നിൽ നിൽക്കുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ വ്യക്തി ആഗ്രഹിച്ചു പോകുന്നു, ഓർത്തു പോകുന്നു. കാരണം നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള നന്മകളും സഹായങ്ങളും എല്ലാം തന്നെ ഒന്നിനും തുല്യമായി വെക്കാൻ പറ്റാത്ത അതുല്യമായ ഒന്ന് തന്നെയായിരുന്നു. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ പേഴ്സൺ പലതരത്തിലും ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടായാലും അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് നല്ലൊരു നിലയിലെത്തി നിങ്ങളിലേക്ക് വരുവാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. നിങ്ങൾക്ക് മുന്നിൽ അഭിമാനത്തോടെ നിൽക്കുവാൻ ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്നു. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുവാനും തയ്യാറാകുന്നു. പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെന്നില്ലാത്ത, ഇതുവരെയും ഇല്ലാത്ത പലതരത്തിലുള്ള വിശ്വാസങ്ങളും ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നു. ദൈവവിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ ദൈവവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നുണ്ട്. എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പുതിയൊരു മാറ്റത്തെ സൃഷ്ടിക്കുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പഴയ രീതിയിൽ തന്നെ നിൽക്കുവാനും പരാജയപ്പെട്ടുകൊണ്ട് പിന്തിരിഞ്ഞു പോകുവാനും ഈ വ്യക്തി തയ്യാറല്ല. ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്തെന്നാൽ തനിക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ ഓരോന്നും ഏറ്റു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ക്ഷമ ചോദിച്ചിട്ട് അതിന് ക്ഷമ ചോദിക്കുവാനും സോറി പറയുവാനും അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിലും സ്വഭാവത്തിലും എന്തൊക്കെ പോരായ്മകളാണോ ഉള്ളത് അവയെല്ലാം മാറ്റി അവിടെ നല്ല രീതിയിലുള്ള സ്വഭാവ രീതി കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. എന്നാൽ മാത്രമേ സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും പരിപൂർണ സന്തോഷത്തോടെയും മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റുകൾ എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ലാത്തതിനാൽ ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളുടെ മുഖത്ത് നോക്കാനുള്ള തന്റേടം ഇപ്പോൾ ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ വ്യക്തി തനിയെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളെ കാണണമെന്നും നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കോ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്കോ വരണമെന്ന് ഈ പേഴ്സൺ തീരുമാനിക്കും. എന്നാൽ അത് പ്രാവർത്തികമാക്കേണ്ട സമയമാകുമ്പോൾ തൻ്റെ ശക്തിയും ചിന്തകളും തൻ്റെടവും എല്ലാം തന്നെ ചോർന്നു പോകുന്ന നിലയിലാണ് കാണപ്പെടുന്നത്. അത് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കുറ്റങ്ങളുടെ ഒരു വിപരീത ഫലം, അതായത് അതിൻ്റെ ഒരു തിരിച്ചടിയായിട്ടാണ് ഈ പേഴ്സണിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും തൻ്റെ ചിന്തകൾ യാതൊരു കാരണവശാലും മാറ്റിവെക്കുന്നില്ല. കാരണം പുതിയ തുടക്കം എന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ആവശ്യമാണ്. ആദ്യമൊക്കെ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള ആവശ്യമായിരുന്നു ഈ പ്രണയബന്ധം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടേത് മാത്രം, അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടേത് മാത്രം. എന്നാൽ ഇപ്പോഴോ ഈ നിങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഈ പേഴ്സൺ ആണ്. ഈ പേഴ്സന്റെ ആവശ്യമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക എന്നുള്ളത്. ഇല്ലെങ്കിൽ ഈ വ്യക്തി പശ്ചാത്താപം കൊണ്ട് കാർന്ന് തിന്നുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലൂടെയും പ്രതിസന്ധിയിലൂടെയും തൻ്റെ ജീവിതം വഴിമുട്ടി പോകുമെന്നുള്ള തിരിച്ചറിവിലൂടെയാണ് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹത്തെ തിരിച്ചു തരുവാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന്റെ 10 മടങ്ങായി തിരിച്ചു തരുവാൻ വേണ്ടി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. എന്ത് തന്നെ ആയാലും വളരെയധികം അപൂർവമായിട്ടുള്ള ഊർജമാണ് ഈ വ്യക്തിയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചശക്തി പല രീതിയിലും ഈ വ്യക്തിയെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വേദനകൾ കൊടുത്തും സംശയങ്ങൾ കൊടുത്തും നിങ്ങളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്ന രീതിയിലെ സാഹചര്യങ്ങൾ കൊടുത്തും ഒക്കെ ഈ വ്യക്തിയെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഈ വ്യക്തിക്ക് ഒരു പ്രണയത്തെക്കാൾ ഉപരി വലിയൊരു പാഠം തന്നെയാണ്.
അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള വായന എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ തെറ്റുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് സ്വയം മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.